2025 ആനുകാലികം PSC ബുള്ളറ്റിൻ്റെയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ട ജിഞ്ചിക്കോട്ട. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ അജീവിക മിഷൻ ഗ്രാമീൺ. യൂണിയൻ PSC ചെയർമാനായി നിയമിതനാകുന്നത് UPSC ചെയർമാനായി നിയമിതനാകുന്നത് ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനാകുന്നത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ഗ്യാനേഷ് കുമാർ. ഗോത്രഭാഷയ്ക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ആദിവാണി. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാധനാം ഗ്രാമം. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് മലയാളി PR രമേശ്. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് പൂനം ഗുപ്ത ഗിരീഷ് ചന്ദ്ര മുർമു. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തലവൻ ആരാണ്? പരാഗ് ജെയിൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷി. ഇന്ത്യയുടെ 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ്. ISROയുടെ പുതിയ ചെയർമാനാരാണ്? ഡോക്ടർ V നാരായണൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജൻ. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിതയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. ലോക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസിക